രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎക്കെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രജിത പുളിക്കൽ അറസ്റ്റിൽ. പത്തനംതിട്ട സൈബർ പോലീസാണ് കോട്ടയത്തെ ഒരു ബന്ധുവീട്ടിൽ നിന്ന് ഇവരെ പിടികൂടിയത്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതിനാണ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു രജിത. പിന്നാലെ ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകയായ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി 2 കേസുകളാണ് പത്തനംതിട്ട സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കുടത്തിനെതിരായി ആദ്യ കേസ് വന്നപ്പോൾ രജിത രാഹുലിനെ അനുകൂലിച്ചും പരാതിക്കാരിയെ അധിക്ഷേപിച്ചും രംഗത്ത് വന്നിരുന്നു. അന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ കേസിൽ ഉപാധികളോടെ കോടതി ജാമ്യം നൽകി. എന്നാൽ രാഹുലിനെതിരെ മൂന്നാമത്തെ പരാതി വന്നപ്പോഴും രജിത സൈബർ അധിക്ഷേപം തുടരുകയായിരുന്നു. നേരത്തെ കേസെടുത്ത സന്ദർഭത്തിൽ പ്രതികരിച്ച് രജിത പുളിക്കൽ രംഗത്ത് വന്നിരുന്നു. അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു അന്നത്തെ പ്രതികരണം. സത്യം പറയുന്നവരുടെ വായടപ്പിക്കാൻ തടവറയൊരുക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലടോ പിണറായി വിജയ എന്നായിരുന്നു രജിത ഫേസ്ബുക്കിൽ കുറിച്ചത്. രജിതയുടെ കുറിപ്പ് ഇങ്ങനെ: അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യുകയും അതിൽ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ വിഷയത്തിൽ വീണ്ടും വീണ്ടും കേസുകൾ എടുക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അയ്യപ്പന്റെ സ്വർണം കട്ടവർ പിടിക്കപ്പെടും എന്നായപ്പോൾ പിണറായി വിജയന്റെ ഭരണകൂടത്തിനുണ്ടായ ഭയമാണ് എനിക്കെതിരെയുള്ള ഈ വേട്ടയാടലിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഒരേ കുറ്റത്തിന് പല സ്റ്റേഷനുകളിൽ നിന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഒരാളെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. കോടതി ജാമ്യം നൽകിയിട്ടും പോലീസ് പഴുതുകൾ തേടുന്നത് എന്തിനാണ്? സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നവരെയും വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരെയും വേട്ടയാടാൻ പോലീസിനെ ആയുധമാക്കിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭരണകൂടം എന്തിനാണ് ഇത്രയേറെ അസ്വസ്ഥമാകുന്നത്? സത്യം പറയുന്നവരുടെ വായടപ്പിക്കാൻ തടവറയൊരുക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലടോ പിണറായി വിജയ. അധികാരത്തിന്റെ ഹുങ്കിൽ പോലീസിനെ വിട്ട് ആരെയും നിശബ്ദനാക്കാമെന്ന് കരുതുന്നത് പിണറായി വിജയന്റെ വ്യാമോഹം മാത്രമാണ്. നിയമത്തിന് മുന്നിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും. വെറും 2 മാസം കൂടി കഴിഞ്ഞോട്ടടാ വിജയ. ഈ പദവിയും അധികാരവും ഒഴിഞ്ഞു വെറും സാധാരണക്കാരനായി നീ ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മനസ്സിലാകും നിനക്ക് ഈ ജനതയുടെ ശക്തിയും സത്യം വിളിച്ചു പറയുന്നവരുടെ കരുത്തും. അധികാരമില്ലാത്ത നിന്നെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് രജിത തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള കുറിപ്പുകൾ രജിത ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതെല്ലാം തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ളതായിരുന്നു.